ഈ മൺസൂൺ സമയത്ത് മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ട്രിപ്പൊക്കെ പോകണം. റൂമിൽ അടച്ചിരിക്കാതെ നമ്മൾ ബൈക്കൊക്കെ എടുത്ത് കുറച്ച് മഴയൊക്കെ കൊണ്ട് കറങ്ങി കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര എക്സ്പീരിയൻസാണ്. ഞാനും സെക്രട്ടറിയും കൂടി ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആതിരപ്പള്ളിയിൽ താഴേക്ക് ഇറങ്ങിയിട്ട് കുറേ നല്ല മഴക്കാലത്ത് പടങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ക്യാമറയും എക്യുപ്മെൻറ്റും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പോരാൻ. സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന ക്യാമറ ബാഗും വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ക്യാമറ ഡാമേജ് ആവും, വെള്ളം കയറും, അതുപോലെ ഷോക്കൊക്കെ വന്നിട്ട് തകരാറുള്ള താഴുണ്ട്. ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈക്കിൻ്റെ മുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബൈക്കിൻ്റെ ബാക്കിലൊക്കെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഷോക്ക് വരും, അത് പ്രശ്നമാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നല്ല ക്യാമറ ബാഗുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ ക്യാമറക്കും ലെൻസിനൊക്കെ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷേ ക്യാമറ ബാഗ് ഏതെങ്കിലും ലോക്കൽ വാങ്ങിയിട്ട് കാര്യമില്ല. ഞാൻ ഈടായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ക്യാമറ ബാഗാണ് വാൻഗാർഡിൻ്റെ വിയോസിറ്റി ബാഗ്. കാരണം പ്രൊട്ടക്ഷനും വേണം, നല്ല സ്റ്റൈലും വേണം. അത് രണ്ടും കൂടെ പ്രിഫർ ചെയ്തപ്പോഴാണ് ഞാൻ വാൻഗാർഡിലെത്തിയത്. വാൻഗാർഡിൻ്റെ വിയോസിറ്റി നിങ്ങൾക്ക് കണ്ടറിയാം, ഒരു ചെറിയ ബാഗ് പോലെ നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ബാഗാണ്. പക്ഷേ ഇതിൻ്റെ 2 ക്യാമറ, 70-100 ലെൻസ്, ലാപ്ടോപ്പ്, മറ്റ് ലെൻസുകൾ, പവർ ബാങ്ക്, ഐപാഡ്, ഫോണ് എന്ന് വേണ്ട ഇതിൻ്റെ എക്സ്ട്രാ പൗച്ച് വരെയുള്ള ഒരു ബാഗ് എടുത്തിട്ടാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ടഫായിട്ടുള്ള വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ല ടഫായിട്ടുള്ള സാധനമാണ് വാൻഗാർഡിൻ്റെ വിയോസിറ്റി. ഇതിൽ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളൊരു വെതർ ഷീൽഡ് എന്ന് പറയാം, നമ്മളൊരു വെള്ളം ഇങ്ങനെ പാറി വരിക, ചെറിയ പാറ്റൽ മഴ, വെള്ളത്തിലിട്ട് നനയ്ക്കരുത്, മഴയത്ത് യൂസ് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് വെതർ പ്രൂഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി മഴയ്ക്കുള്ള സമയത്താണ് നിങ്ങൾ ബൈക്കിൻ്റെ മുകളിലൊക്കെയാണ് വർഷക്കാലത്ത് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ വാട്ടർ പ്രൂഫ് കവറും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട്, അതായത് റെയിൻ ഗാർഡ് കവറും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സിബ് മുതൽ, നമ്മൾ സിബ് മാത്രം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സിബ് മുതൽ നമ്മളത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ അറിയാം അത് ശരിക്കും വെതർ ഷീൽഡ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ്. സിബ് വഴിയൊക്കെയാണ് സാധാരണ നോർമലി നമുക്ക് വെള്ളം കയറാറ്. പിന്നെ ഇതിലെ പൗച്ചുകളും ക്യാമറ വെക്കാനുള്ള സ്പേസും ഒരുപാട് അധികമാണ്. നോർമലി നമ്മളെ ടോപ്പിലുള്ള ലിഡ് നമ്മൾ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ ഒന്നും കിട്ടാറില്ല. പക്ഷേ ഇവിടെ നമുക്ക് നമ്മളെ ക്രെഡിറ്റ് കാർഡും പേഴ്സൊക്കെ വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ഇത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വൈപ്പിംഗ് ഓൺ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും മെഷീനറി വെച്ച് ഒന്ന് നമ്മളെ പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാലും പൈസ പാസ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് RFID പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിലാണ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്വൈപ്പിംഗ് മെഷീൻ്റെ അടുത്തെത്തിയാലും ഇത് വർക്ക് ചെയ്യില്ല, കാർഡ് എടുത്ത് കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ പ്രൊട്ടക്ഷനുള്ള RFID പ്രൊട്ടക്ഷനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അതൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ലിഡ് ഉണ്ട്. ഈ ലിഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് പെട്ടെന്നാണ് ആക്സസ് ചെയ്യുന്നത്. എൻ്റെ സെക്കൻഡ് ക്യാമറയാണ്, മെയിൻ ക്യാമറ റെക്കോർഡിങ്ങിലാണ്, സെക്കൻഡ് ക്യാമറ പെട്ടെന്ന് കിട്ടുന്ന പോലെ ഞാൻ വെച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ക്യാമറ അങ്ങനെ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിലാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ആക്സസറീസ് വെക്കാൻ പറ്റിയ രീതിയിൽ കണ്ടോ, ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് ആക്സസറീസ് ഇതിൽ വെക്കാൻ പറ്റിയ രീതിയിലാണ് നമുക്കിതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ നമുക്ക് സ്പേസ് അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ എന്താ പറയുക പാഡുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ശരിക്കും കണ്ടോ പറിച്ചാൽ കിട്ടാത്ത അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പാഡുകളാണ് ഇതിൽ വരുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ആക്സസറി ഇട്ട് വെക്കാനുള്ള 2 പൗച്ച് നമുക്ക് ഇതിനുള്ളിൽ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെയാണ് നമ്മൾ ലാപ്ടോപ്പ് നമ്മൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ലാപ്ടോപ്പ് നമുക്ക് അതിലിട്ട് വെക്കാം. അതുപോലെ സൈഡിൽ നമുക്ക് പവർ ബാങ്ക് ഇട്ട് വെക്കാം. ഈ പവർ ബാങ്കിൻ്റെ വയർ നമുക്ക് ഇതിൽ കൂടെ എടുത്ത് പെട്ടെന്ന് ക്യാമറയോ ഫോണൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് കൊടുത്തിട്ട് അതും കൂടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 2 പൗച്ച് സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൗച്ചുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഭയങ്കര പ്രൊട്ടക്ഷനാണ്, ഭയങ്കര സൗകര്യമുള്ള രീതിയിലാണ് ഈ ബാഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കണ്ടോ ഇവിടെ നമുക്ക് ട്രൈപോഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ട എക്സ്പാൻഡബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ട്രൈപോഡ് യൂസ് ചെയ്യാം, ട്രൈപോഡ് വെച്ചിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഈ സൈഡിലൊന്നും വരുന്നുണ്ട്, വേണമെങ്കിൽ വാട്ടർ ബോട്ടിൽ നമുക്ക് ഇതിലും വെക്കാം. അതുപോലെ ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിബുകളാണ് വരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം തന്നെ, നമുക്കിനി നമ്മുടെ പേഴ്സണലായിട്ടുള്ള, ഞാനിപ്പോൾ 2 ആഴ്ച യൂസ് ചെയ്തിട്ട് മിനിഞ്ഞാന്നാണ് ഞാൻ ഈ സാധനം കണ്ടത്. കാരണം ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇവിടെ ഒരു സിബ് വരുന്നുണ്ട് കണ്ടോ. പ്രൊട്ടക്റ്റീവായിട്ടുള്ള നമ്മളെ പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇതിൽ വെക്കാം. കാരണം ഒരാളുടെ അടുത്ത് പെട്ടെന്ന് നമുക്കിത് കാണാൻ പറ്റില്ല. അതുപോലെ ഈ നമ്മളെ സ്ട്രാപ്പിൽ കണ്ടോ പേന സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ നമുക്കിതിൽ ഇടാൻ വേണ്ടിയിട്ട് അതും എക്സ്പാൻഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള രീതിയിലാണ് വരുന്നത്. വളരെ ഓരോ സ്പേസും കറക്റ്റായിട്ടാണ് ഇതിൽ അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ മെറ്റീരിയൽ വളരെ ക്വാളിറ്റി ഉള്ള നല്ല റിജിഡായിട്ടുള്ള സൂപ്പർ മെറ്റീരിയലാണ്, സോഫ്റ്റാണ്. ഈ ഭാഗത്തൊക്കെ വരുന്ന പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയർ നന്നായിട്ട് പാസ് ചെയ്യുന്ന രീതിയിൽ എന്താണോ ഈ ഭാഗത്ത് നമുക്ക് എയർ പാസ് ചെയ്യാൻ വേണ്ടി വെച്ചുള്ളതിന് കൂടെ അവർ പിൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതാണ് മെറ്റീരിയൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയും ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയത്. അത് നമുക്ക് എന്താ വെച്ചാൽ പുറം ചൂടെടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇതിനുള്ളിൽ കംപ്ലീറ്റ് എയർ പാസ് ചെയ്യുന്ന രീതിയിലാണ് ഈ പുറത്തേക്കുള്ള ബാക്ക് പാഡ് അവർ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ
ഒരു ലെതർ പോലത്തെ ഫിനിഷിങ് വെക്കുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല ആസ്തറ്റിക് ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടി തന്നെ ഈ സൈഡിലൊക്കെ ശരിക്കും ലെതർ ബീഡിങ്ങും പാഡിങ്ങും ഒക്കെ വരുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ബാക്ക് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റഡിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള ഒരു ബെൽറ്റ് കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ താഴ്ഭാഗത്ത്, ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നമുക്ക് ഇതുപോലെ ബെൽറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിലൊരു എക്സ്ട്രാ ബെൽറ്റ് വരുന്നുണ്ട്. ആ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിനുള്ളിൽ നമുക്ക് ഇതുപോലെ ഒരു ആക്സസറീസ് പൗച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പും ടൂറൊക്കെ പോയി നമ്മൾ ക്യാമറ ഒക്കെ റൂമിൽ വെച്ചാൽ നമ്മൾ അത്യാവശ്യമായിട്ടുള്ള മൊബൈൽ സാധനങ്ങൾ, ചാർജിങ്, കാർഡ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ചുമലിലിട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്കിത് ക്യാമറൻ്റെ ബാഗിൻ്റെ കൂടെ തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കിത് അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ 2-in-1 ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നോർമലി നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ക്യാമറൻ്റെ മുകളിൽ വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്തോ അതില്ലെങ്കിൽ നമുക്കിത് ക്യാമറ ബാക്കിലാണ്, ഇത് ഫ്രണ്ടിലാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളെ മൊബൈൽ, അത്യാവശ്യം ഗോപ്രോ, ചെറിയ ക്യാമറ, ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലിട്ടിട്ട് കറക്റ്റായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ക്യാമറ ബാഗ് പെർഫെക്ഷനായിട്ട് പ്രൊട്ടക്ഷനോട് കൂടി അതും റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വാൻഗാർഡിൻ്റെ സൈറ്റിൽ കയറി നോക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫോട്ടോഗ്രാഫി പഠിക്കാനുള്ള താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോഗ്രാഫി സ്കൂൾ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ബാച്ച് ജൂലൈ 17 3 മാസത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. സോ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.